നഴ്സുമാരുടെ ശുശ്രൂഷ ഞങ്ങൾ പറയും, എപ്പോഴും ദൈവത്തെ സ്തുതിക്കണം, എപ്പോഴും ദൈവത്തെ സ്തുതിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എന്തിനാ സ്തുതിക്കുന്നത്? സ്തുതിക്കാൻ 2 ലക്ഷ്യമാണ്. ഒന്ന്, എല്ലാം ദൈവം തരുന്നു എന്നതാണ് അതിൻ്റെ ഒരു അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഓരോ ദിനവും ആര് തരുന്നു? ദൈവം തരുന്നു. ഓരോ സെക്കൻഡും ആര് തരുന്നു? ഓരോ ഭക്ഷണം നമുക്കിന്ന് ഭക്ഷണം അത് ദൈവം തരുന്നു. ദൈവം പരിപാലിക്കുന്ന, നമ്മളെ നയിക്കുന്ന, പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് ദൈവം തരുന്ന എനിക്ക് എല്ലാം ദൈവം തരുന്നതായിട്ട് കാണും. അതുകൊണ്ട് എപ്പോഴും ദൈവത്തെ നമ്മൾ സ്തുതിക്കണം. എപ്പോഴും അതാണ് കൃതജ്ഞതാഭരിതരായി നിരന്തരം പ്രാർത്ഥിക്കുക. അതാണ് കൊളോസസ് 4:1 കൃതജ്ഞതാഭരിതരായി നിരന്തരം ദൈവത്തെ സ്തുതിക്കണം. എപ്പോഴും ദൈവത്തിന് സ്തുതി അർപ്പിക്കുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇത് നന്ദി പറയാൻ തയ്യാറാണ്. അപ്പം നന്ദി പലപ്പോഴും നമ്മൾ ഇപ്പം മാതാപിതാക്കളും അപ്പം കുടുംബത്തിലാണ് താങ്ക്സ് പറയണം. അപ്പനും അമ്മയ്ക്ക് നന്ദി പറയണം. ഈ അപ്പനിലൂടെ അല്ലെ ഭർത്താവിലൂടെ കിട്ടിയ ഒരുപാട് നന്മകൾക്ക്, അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയണം. ഭർത്താവിന് ദൈവം ഒരു ഉപകരണമാക്കി ഭാര്യയിലൂടെ ദൈവത്തിന് നന്ദി പറയണം. ഭാര്യയെ ഓർത്ത് നന്ദി പറയണം, മക്കളെ ഓർത്ത് നന്ദി പറയണം, വസ്തുക്കളെ ഓർത്ത് നന്ദി പറയണം, കൃഷിയിടങ്ങളെ ഓർത്ത് നന്ദി പറയണം, ബിസിനസ് മേഖലയോട് ദൈവം തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ, ദൈവം പരിപാലിച്ച നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് എപ്പോഴും ദൈവത്തിന് നന്ദി പറയണം. സ്ഥലമൂർത്തി പറഞ്ഞേ യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ ധ്യാനാവസരങ്ങൾ കാണാം, ആളുകൾ ഇങ്ങനെ വെറും പെറ്റീഷണൽ പ്രയർ മാത്രമാണ്. എപ്പോഴും ഇങ്ങനെ അപേക്ഷ അത് തരണം, ഇത് തരണം, ഇത് തരണം. പക്ഷെ അത് മാറ്റിയിട്ട് നമ്മൾ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നാൾത്തോറും ദൈവം നമ്മെ പരിപാലിക്കുന്ന നിമിഷങ്ങളെ ഓർത്ത് കർത്താവിന് കോടാനുകോടി നന്ദിയും കൃതജ്ഞതയും നമ്മൾ അർപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള ഓരോ കൃപകൾക്കും, ഓരോ പരിപാലന, സൗഖ്യം, സന്തോഷം, കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിച്ചു, വിശ്വാസം ജീവിക്കാൻ പറ്റി, സഹിക്കാൻ പറ്റി, ഒത്തിരി സഹനം എടുക്കാൻ പറ്റി, ഒത്തിരി പ്രാർത്ഥിക്കാൻ പറ്റി, ഒത്തിരി ഈശോയോട് ചേർന്നിരിക്കാൻ പറ്റി, ഒത്തിരി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ പറ്റി, കർത്താവിന് വേണ്ടി ഒത്തിരി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റി, അല്ലെങ്കിൽ കുടുംബത്തെ നന്നായിട്ട് സഹായിക്കാൻ പറ്റി. ഒരുപാട് ദൈവം തന്ന അനുഗ്രഹങ്ങൾ അതോർത്ത് നിരന്തരം ദൈവത്തിന് നന്ദി പറയുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. നമുക്കറിയാം തടവറയിൽ കഴിയുന്ന ഈ അപ്പസ്തോലന്മാർ പൗലോസും സീലാസും തടവറയിൽ കഴിഞ്ഞപ്പോൾ അവര് ആ തടവറയിൽ കിടന്നുകൊണ്ട് ദൈവത്തെ എന്ത് ചെയ്യുന്നു? പറഞ്ഞേ എന്ത് ചെയ്തു? സ്തുതിക്കുകയാണ്. അവരെ ബന്ധിച്ച് അവരെ കൊണ്ട് തടവറയിട്ട് പൂട്ടിയിട്ടു. അവരെ ശരിക്കും അതിന് തൊട്ട് മുമ്പ് നമ്മൾ കണ്ടുമുട്ടുന്നത് സംഭവിച്ചാൽ ഈ പൗലോസ് ഒരു വലിയൊരു അത്ഭുതം പ്രവർത്തിക്കുന്ന പ്രാർത്ഥനാ കേന്ദ്രത്തിലോട്ട് പോയപ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു. അവൾ ഈ തൻ്റെ ഭാവി പ്രവചനം വഴി അവളുടെ യജമാനന്മാർക്ക് ധാരാളം ആദായം ഉണ്ടാക്കിയിരുന്നു. അവൾ പൗലോസിനെ കണ്ടപ്പോൾ പറയുന്നുണ്ട്, ഇവർ അത്യുന്നതിൽ നിന്നുള്ളവനാണ്, ഇവർ രക്ഷയുടെ മാർഗം പ്രസംഗിക്കുന്നുവെന്ന് ഇവൾ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പല പുസ്തകങ്ങളും ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അവസാനം പൗലോസിനെ അസ്വസ്ഥപ്പെടുത്തി. പൗലോസ് അവളിലുള്ള ഈ പൈശാചിക ശക്തിയെ യേശുവിൻ്റെ നാമത്തിൽ ബഹിഷ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ അവളിൽ നിന്ന് ആ ഒരു പൈശാചിക ശക്തി ഇറങ്ങിപ്പോയപ്പോഴും അവരുടെ ആദായമാർഗം, ശരിക്കും ഇവളായിരുന്നു അവരുടെ ആദായമാർഗം. അപ്പോൾ ആ ആദായമാർഗം നഷ്ടപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ യജമാനന്മാരായിരുന്ന ആളുകളുടെ കൊണ്ട് പൗലോസിനെയും സീലാസിനെയും എല്ലാവരെയും കൂടെയുള്ള മുഴുവൻ ശിഷ്യന്മാരെയും കൂടെ ബന്ധിച്ച് അവരെ കൊണ്ടുപോയിട്ട് തടവറയിലിട്ട് പൂട്ടിയിടുന്നൊരു സംഭവമുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസ് ബന്ധിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന അടിമ ഒരു പെൺകുട്ടി, ആ പെണ്ണിൻ്റെ ഇത് ഈ പൈശാചിക ബന്ധനമുള്ളൂ, അത് അവൾ ദർശനമൊക്കെ അത് സ്പിരിറ്റ് വിട്ടുപോയപോലെ അവർ ഈ പൗലോസിനെയും സീലാസിനെയൊക്കെ ബന്ധിച്ച് കൊണ്ടുപോയിട്ട് തടവറയ്ക്കിട്ട് പൂട്ടുന്നുണ്ട്. അപ്പം തടവറയിൽ കിടന്നുകൊണ്ട് പൗലോസും സീലാസും ആ രാത്രി മുഴുവൻ ദൈവത്തെ എന്ത് ചെയ്തു? പറഞ്ഞേ സ്തുതിക്കുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ആ സഹനമുണ്ടായപ്പോൾ ഉടനെ അവർ പ്രതികരിക്കുകയല്ല ചെയ്തത്. ഉടനെ അവരൊന്നും ചെയ്ത് ദൈവത്തെ കാരണം അടുത്തൊരു വഴി തുറക്കാൻ, ദൈവത്തിന് അടുത്തൊരു പദ്ധതി തുറക്കാൻ, ദൈവത്തിന് വലിയൊരു പ്ലാനും. കാരണം കർത്താവിൻ്റെ അപ്പസ്തോലനം, കർത്താവ് തെരഞ്ഞെടുത്ത ആളാണ് പൗലോസ് സീലാസ്. അപ്പം അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. അപ്പം അവർ ആ സഹനമുണ്ടായപ്പോൾ, ആ പീഡനമുണ്ടായപ്പോൾ, ആ രോഗം, ആ ദുരിതമുണ്ടാകുമ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് അവർ ദൈവത്തെ ശക്തമായിട്ട് സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അവരിലേക്ക് കടന്നു വന്നു. സ്ഥലമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇതുപോലെയൊക്കെ നമ്മളൊക്കെ നമ്മുടെ കുടുംബം രോഗപീഠകൾ, തടവറയിലാകാം, ചില വിഷമങ്ങൾ കാണും, മക്കളെ ഓർത്തുള്ള ചില വിഷമങ്ങൾ, ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളുള്ളപ്പോഴും ചില ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, തകർച്ചകൾ, മാനസിക പ്രശ്നങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ചിലപ്പം വിവാഹ പ്രശ്നങ്ങൾ, മകനെ ഓർത്തുള്ള മകൻ്റെ രോഗം, മകളുടെ രോഗം, ഭാര്യയുടെ രോഗം, ഭർത്താവിൻ്റെ രോഗം, ഇങ്ങനെ അപകടങ്ങൾ ചില മേഖലകൾ കാണും, ചില വേദനകൾ, ചില അപമാനങ്ങൾ, നിന്ദനങ്ങൾ, പരിഹാസങ്ങൾ, ഇതിൻ്റെയൊക്കെ നടക്കുക. അപ്പം നമ്മൾ ഇതിനും ആ സമയത്ത് നമ്മളൊന്നും ചെയ്യരുത്, ദൈവത്തെ
എന്ത് ചെയ്തുകൊണ്ടിരിക്കണം പറഞ്ഞ് എന്ത് ചെയ്യണം പറഞ്ഞേ? അതാണ് അപ്പസ്തോലന്മാർ നമുക്ക് കാണിച്ചത്. നമ്മൾ വേറൊന്നും ചെയ്യരുത്, നമ്മൾ ദൈവത്തെ നന്ദി പറയുക. കർത്താവിൻ്റെ വലിയ ഇടപെടലാണ്, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവത്തെ അപ്പോൾ എപ്പോഴും അവർ ദൈവത്തെ സ്തുതിക്കുന്നവരായിട്ട് മാറുക. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും സ്തുതിപ്പ് നിർത്തിയിട്ടില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. മരണം വരെ അവരെല്ലാ ഘട്ടങ്ങളും ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. തകർച്ചകളെപ്പോഴും ദൈവത്തെ സ്തുതിക്കണം. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടെ പഠിക്കേണ്ട സംഭവമാണ് തകർച്ചകളെപ്പോഴും ദൈവത്തെ സ്തുതിക്കും. രോഗമുണ്ടെങ്കിൽ ആ രോഗത്തെ ഓർത്ത് നമ്മൾ വിഷമിക്കില്ല. ആ ദൈവത്തിൻ്റെ ഒരു പദ്ധതി തുടക്കാൻ പോവാണ്. അപ്പോൾ ആ രോഗം വെച്ചുകൊണ്ട് ദൈവം നന്ദി, ഈ രോഗം എനിക്ക് തന്നതിന് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. ഒരു മാനസിക വിഷമം, കുടുംബത്തെ ഓർത്തുള്ള വിഷമം വരുന്നു. അപ്പോൾ അതോട് ദൈവത്തെ സ്തുതിക്കണം. നമ്മുടെ മക്കൾക്കൊരു തകർച്ച, ഒരു പ്രശ്നം വരും. അപ്പോൾ ദൈവത്തെ ഓർത്ത് നന്ദി പറയണം അവിടെ. കാരണം അവിടെ എന്തെങ്കിലും ദൈവത്തിൻ്റെ ഒരു ശ്രേഷ്ഠമായ പദ്ധതി ഉണ്ട്. പക്ഷേ ആ പദ്ധതി വെളിപ്പെടണമെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കണം. നമ്മൾ നന്നായിട്ട് കർത്താവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണം. കാരണം കർത്താവ് വലിയവന്. ആ കർത്താവിൻ്റെ കരം വെളിപ്പെടാൻ പോവുക, കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടാൻ പോവുക, കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യം വെളിപ്പെടാൻ പോവുക. അതോർത്ത് എപ്പോഴും നമ്മൾ ഏത് സാഹചര്യം വന്നാലും, ഏതൊരു രോഗമാകട്ടെ, ദുരിതങ്ങളാകട്ടെ, തകർച്ചകളാകട്ടെ, കടബാധ്യതകളാകട്ടെ, മാനസിക പ്രശ്നങ്ങളാകട്ടെ, മരണങ്ങളാകട്ടെ, അപകടങ്ങളാകട്ടെ, അപമാനങ്ങളാകട്ടെ, ദുരിതങ്ങളാകട്ടെ, എന്തു സംഭവിച്ചാലും അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് കൈകൾ ഉയർത്തി നമ്മൾ ആരെ സ്തുതിക്കണം പറഞ്ഞേ? ദൈവത്തെ സ്തുതിക്കണം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ വലിയ അനുഗ്രഹങ്ങൾ ഇവിടെ ഉണ്ടാവും, ഉറപ്പാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എനിക്ക് നല്ല ബോധ്യമുണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വലിയ ഇടപെടലും വലിയ അഭിഷേകവും വലിയ കാണിച്ചാൽ നമ്മൾ വിദ്യമാത്രം ചെയ്താൽ മതി. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാ സമയം കർത്താവിനെ സ്തുതിക്കുക, ആടിപ്പാട് ദൈവത്തെ സ്തുതിക്കുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഞാനൊക്കെ പൗലോസും ശീലാസും അവിടെ കൈകളിൽ ഇങ്ങനെ ചങ്ങലകളാൽ ബന്ധിക്കിയിട്ടുണ്ടായി. അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് അവരുടെ കൂടെയുള്ള എല്ലാവരും കൂടെ ഈ തടവറയിൽ കിടക്കുമ്പോൾ ഒരുപക്ഷെ അവർ ഈ ചങ്ങല കൊണ്ട് തന്നെ ആയിരിക്കും ഒരു കൈത്താളം അടിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. അങ്ങനെ സ്തുതിക്കുമ്പോഴാണ്, അപ്പം സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വത്തോടെ ഇറങ്ങിയത്. ഒരു ഭൂകമ്പം ഉണ്ടായെന്ന് പറഞ്ഞ് തടവറയുടെ അടിത്തറ കുലുങ്ങുന്ന ആ സമയത്താണ്, അവിടെ കൈകളിൽ നിന്ന് ചങ്ങല അഴിഞ്ഞുവിടുന്ന സമയത്താണ്. അടഞ്ഞ വാതിലെല്ലാം തുറക്കപ്പെട്ടിട്ട് അടുത്ത വാതിൽ തുറക്കപ്പെടുക. ശരി, അടഞ്ഞ വാതിൽ തുറക്കപ്പെടില്ല, അടുത്ത വാതിൽ ദൈവം തുറന്നു കൊടുക്കുക. ഹല്ലേലൂയ. അടുത്ത വാതിൽ ദൈവം നമുക്ക് തുറന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം. സ്തുതിച്ചു പറഞ്ഞാൽ ഈ അടുത്തൊരു വാതിൽ നമുക്ക് തുറന്നു കിട്ടുകയുള്ളൂ. നമ്മളെ പൂട്ടിയിടുന്ന അനുഭവങ്ങൾ, ദുരിതങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, കെടുതികൾ വരുമ്പോൾ അവിടെ നിരാശയിലോട്ട് പോകും. ഇന്നത്തെ സമൂഹത്തിൻ്റെ പ്രശ്നം പെട്ടെന്ന് തളർന്നു പോവുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതി ആണോ ഇത്? ഈ രോഗം ദൈവം തന്നതാണോ? ഈ പ്രശ്നം ദൈവം തന്നതാണോ? ഇതെന്തിനാണ് ദൈവം തന്നത്? ഇതെന്തിനാണ് ദൈവം അനുവദിച്ചത്? ഇതെന്തുകൊണ്ട് ദൈവം? ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞുകൊണ്ടിരിക്കും. അത് മാറ്റി വെച്ചിട്ട് ഇത് വെച്ചുകൊണ്ട് ദൈവത്തെ നമ്മൾ ചെയ്യണം, ദൈവത്തെ സ്തുതിക്കാൻ പഠിക്കണം. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യഥാർത്ഥ ക്രിസ്ത്യാനി ആരാ? ജീവിതത്തിൻ്റെ മുഴുവൻ നിമിഷങ്ങളിലും ദൈവത്തിൻ്റെ കരം കാണാൻ പറ്റണം. ജീവിതത്തിൻ്റെ മുഴുവൻ നിമിഷങ്ങളും ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ പരിപാലന കാണാൻ പറ്റും. ദൈവത്തിൻ്റെ പരിപാലനങ്ങൾ, ദൈവത്തിൻ്റെ ഇടപെടൽ കാണാൻ പറ്റണം. അതാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ക്രിസ്തുവിനെ അറിഞ്ഞ മക്കൾ എല്ലാ നിമിഷവും ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ പദ്ധതി. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറയും ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മൾ ഓരോരുത്തരുണ്ട് ക്രൈസ്തവരായ നമ്മൾ ദൈവം തിരഞ്ഞെടുത്തവരാണ്. ഇവിടെ ക്രിസ്തീയ വിളി വെച്ചാൽ അസാധാരണ ഒരു വിളിയല്ല. ക്രൈസ്തവ വിളി എന്ന് വെച്ചത് ശ്രേഷ്ഠമായ വിളിയാണ്. പിന്നെ നിങ്ങളോട് ഒരുമിച്ച് കൂടി ഇത് ദൈവവിളി കിട്ടിയതുകൊണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള വിളി കിട്ടും. അത് യോഹന്നാൻ 6:44 പറയും, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും യോഹന്നാൻ 6:63 പറയും, എൻ്റെ പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ ആരും എൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. അപ്പോൾ ഒരു വിളിയാണത്, ശ്രേഷ്ഠമായ വിളി. ഇപ്പോഴേക്കും നമ്മളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട അതുകൊണ്ട് ഇവിടേക്ക് നിരാശയില്ല. ഓരോ നിമിഷവും ഓരോ സഹനം വരും, ഓരോ പീഡനം വരും, ഒന്നെന്ത് വരുമ്പോഴും നമ്മളതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവ് വേറെ ആരെ സ്തുതിക്കേണ്ട? ദൈവത്തെ സ്തുതിക്കുക. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 ബാലന്മാരെ തീക്കൊണ്ടത്തിൽ കൊണ്ടിടുന്ന സംഭവം. 3 ബാലന്മാർ തീക്കൊണ്ടത്തിൽ കിടക്കുന്നു. അപ്പോൾ അവരെ കടന്നുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? ബൈബിൾ വായിച്ചതാണ്. അവർ ദൈവത്തെ എന്ത് ചെയ്തു? സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക. ആ ദൈവത്തെ അവർ ആരാധിച്ചുകൊണ്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് പൗലോസും ശീലാസും തടവറയിൽ കടന്നപ്പോൾ അവിടെ മനസ്സിലോട്ട് കടന്നു വന്നത് പഴയ നിയമത്തിലെ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന 3 ബാലന്മാരെ കൊണ്ടുപോയിട്ട് ഈ തീക്കുണ്ടത്തിൽ കടത്തി സംഭവമായിരിക്കും. പക്ഷേ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മനസ്സിലുണ്ടായിരുന്നത് അവർ 3 പേരും അതിനകത്ത് കടന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവൾ കാണാൻ പറ്റും 4-മതൊരുവൻ
സ്വർഗത്തിൽ നിന്ന് ദൂതൻ വന്നിട്ട് ഇറങ്ങി വന്നിട്ട് അവരുടെ കൂടെ നിൽക്കുന്നത് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആ അഗ്നിയിൽ നിന്ന് പുറത്തു വരാൻ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ശ്രോർത്തി പറഞ്ഞ ഹല്ലേലൂയ. കാരണം ആ അഗ്നിയിലായിരുന്നപ്പോഴാണ് ആര് കൂടെ ഉണ്ടായിരുന്നത്? ദൈവത്തിൽ. പിന്നെ ശരിക്കും പറഞ്ഞാൽ രാജാവ് വന്നിട്ട് വിളിച്ചാണ് ഇവരെ പുറത്തു കൊണ്ടിരുന്നത്. അല്ല, ഇവർ പുറത്തോട്ട് ഇറങ്ങി വരില്ല. അവർക്ക് അതിനകത്ത് അഗ്നിയിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് അവർക്ക് ആഗ്രഹം പോലും നഷ്ടപ്പെട്ടു. കാരണം ആ 3 പേരും കൂടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ, ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ, ദൈവം ഇറങ്ങി വന്നു അവർ കൂടെ നിന്നപ്പോൾ ആ അഗ്നി അവർക്കൊരു അനുഗ്രഹമായിട്ട് മാറി. ആ അഗ്നി അവർക്കൊരു, ആ വേദന അവർക്കൊരു അഭിഷേകമായിട്ട് മാറി. ആ സഹനം അവർക്കൊരു സന്തോഷമായിട്ട് മാറി. അതുകൊണ്ട് സഹനങ്ങൾ, വേദന പോകണം. നമ്മൾ നിരാശയിലെടുത്ത് ഒരിക്കലും പോയേക്കരുത്. നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ വിശ്വാസികളാണ്. നമ്മൾ ആരാണ്? അവിശ്വാസികളല്ല, വിശ്വാസിയാണ്. വിശ്വാസിയുടെ പ്രത്യേകത, വിശ്വാസം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദൈവം തൻ്റെ കൂടെ ഉണ്ടെന്ന് നല്ല ബോധ്യമുള്ളവനാണ് ആര്? വിശ്വാസി. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അവിശ്വാസി ആരാണ്? തൻ്റെ കൂടെ ആരും ഇല്ല എന്നുള്ള ചിന്തയുള്ളവനാണ് അവിശ്വാസി. ഒരു ക്രിസ്ത്യാനി വിശ്വാസിയാണവൻ. അവൻ്റെ വിശ്വാസം അവൻ്റെ കൂടെ ദൈവമുണ്ടെന്നുള്ളതാണ്. അത് ശരിക്കും അതെ. ബൈബിൾ മുഴുവൻ പഠിക്കുമ്പോൾ വിശ്വാസിയുടെ കൂടെ അവസാനം വരെ ദൈവമുണ്ടാകും. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അവനെ നയിച്ചുകൊള്ളും, ഒന്നും ബാധിക്കുകയില്ല. ശ്രോതേ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് അഗ്നിയിലൂടെ നടന്നാൽ നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. എന്നാൽ ഞാൻ നിൻ്റെ കൂടെ, ജ്വാല വരും പക്ഷെ നിന്നെ ദഹിപ്പിച്ച് കളയില്ല. അഗ്നിയിലൂടെ നടന്നാൽ നിനക്ക് ഒരു പൊള്ളലും ഏൽക്കില്ല. കാരണം സർവശക്തനായവൻ നിൻ്റെ കൂടെയുണ്ട്. ഒന്ന് കൈയടിച്ച് കർത്താൻ നന്ദി പറഞ്ഞേ മക്കളെ. പോരാ പോരാ പോരാ, നന്നായിട്ട് കടിച്ച് ഉച്ചത്തിൽ ആമേൻ ആമേൻ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് എൻ്റെ ദൈവം പലപ്പോഴും ഞാൻ കാണുന്ന ഒരുപാട് മക്കളിൽ ആകുലത ഭയങ്കര. എന്തെങ്കിലും പ്രശ്നം വന്നു, കുടുംബത്തിനൊരു പ്രശ്നം വന്നു, മകൾക്കൊരു പ്രശ്നം വന്നു, മകനൊരു പ്രശ്നം വന്നു. അപ്പോൾ നമ്മളൊക്കെ ഒന്നും എന്തോല്ലോ വലിയ അപകടത്തിലേക്ക് ഒന്നുമല്ല. ഈ പ്രശ്നം വരുമ്പോൾ നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസിനെ പോലെ സിലാസിനെ പോലെ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. രാത്രിയിൽ സ്തുതിക്കുക. രാത്രിയിൽ അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവർ ആ ചങ്ങലാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുക. കാരണം ഇത് ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടാൻ പോവുക, ദൈവത്തിൻ്റെ കര വെളിപ്പെടാൻ പോവുക. ഞാൻ പലപ്പോഴും എൻ്റെ ശുശ്രൂഷ മേഖലയിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മിറക്കിളൊന്ന് സഹനങ്ങൾ, രോഗങ്ങളാകട്ടെ, ബുദ്ധിമുട്ടുകളാകട്ടെ, ക്ലേശങ്ങളാകട്ടെ, എന്ത് സംഭവിച്ചാലും എനിക്കുണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ അത് കഴിയുന്ന ദിവസങ്ങളിൽ വലിയ അത്ഭുത രോഗശാന്തികൾ കർത്താവ് ദൈവജനത്തിന് കൊടുക്കുന്നതായിട്ട് ഞാൻ കാണാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ചിലപ്പോൾ ഞാൻ നല്ല ക്ഷീണമൊക്കെ ഞാൻ വയ്യാതെ കിടക്കും, ഒരു രക്ഷയില്ല. പക്ഷേ അതിനുശേഷം അടുത്ത് നല്ല ടയർഡാവും. അപ്പം അതിന് ശേഷം എഴുന്നേറ്റ് വന്നിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മൾ വ്യക്തി സംസാരിക്കുകയോ വലിയ പ്രസംഗമൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. വെറുതെ കൈയെടുത്ത് രോഗികളുടെ മേലെ വെച്ചാൽ മതി, കർത്താവ് സുഖപ്പെടുത്തുന്നത് കാണാൻ പറ്റും. യേശുവേ നന്ദി. 2 ആഴ്ച മുമ്പ് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞാൻ US ശുശ്രൂഷയ്ക്കായിട്ട് പോയി. അമേരിക്കയിൽ ഷിക്കാഗോയിൽ വലിയൊരു കൺവെൻഷനായിരുന്നു. നല്ലൊരു അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ പോയി നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു മാറി ഒതുങ്ങി ഒളിച്ചിരിക്കുക. എന്ന് വെച്ചാൽ വേറൊന്നായിട്ടല്ല, ഒന്ന് ഓടിവിടുന്ന് കഷ്ടപ്പെട്ട് അവിടെ ചെന്ന് നല്ല ടയർഡായിരുന്നു. ആരും കാണാതെ പെട്ടെന്ന് കയറിപ്പോയ അല്ലെ പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ. അവിടെ വരുമ്പോൾ പരിചയമുള്ള ഒത്തിരിയേറെ ആൾക്കാരുണ്ട്. അപ്പം സ്വസ്ഥമായിട്ടൊരു ചെയ്യാം. അപ്പോൾ ഒരു മനുഷ്യൻ എന്നെ കണ്ടു. എന്നെ കാണും ഒറ്റ കരച്ചിൽ വരും. ഈ കരച്ചിൽ പറഞ്ഞിട്ട് അവിടുത്തെ എൻ്റെ പറ്റിയെന്ന് പറഞ്ഞു. ആളെൻ്റെ അടുത്ത് വന്നു. ആളെടുത്ത് ഞാൻ പറഞ്ഞു, അടുത്ത് ഞാൻ ഇരുത്തി. ഞാൻ പറഞ്ഞു, എൻ്റെ പറ്റി അച്ഛൻ ഒന്നും പറ്റിയിട്ടൊന്നുമല്ല, പ്രൈസ് ദി ലോർഡ്. ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. നമ്മുടെ സാക്ഷ്യം പറയാൻ വേണ്ടി ഇത്രയും കാര്യം വലിയൊരു സംഭവമാണ്. 1 വർഷം മുമ്പ് ഇദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ 17 വയസ്സ്, ഗൾഫ് രാജ്യത്തുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം അങ്ങോട്ട് പോകുക. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, 1 വർഷം മുമ്പ് എൻ്റെ മകന് അങ്ങോട്ട് ഞാൻ അണക്കരെ പ്രാർത്ഥിക്കാമെന്ന് വെച്ചാൽ എൻ്റെ മോന് ഫിറ്റ്സ് രോഗമായിരുന്നു കൂടുതൽ. അത് ചെറുപ്പം മുതൽ ഇനി 17 വർഷമായിട്ടും ഈ ഫിറ്റ്സ് രോഗമായിരുന്നു. ചികിത്സിക്കാവുന്നിടത്തെല്ലാം കൊണ്ട് ചികിത്സിച്ചിട്ടും ഒരു രക്ഷയില്ലായിരുന്നു. എല്ലാവരും ഉപേക്ഷിച്ച അച്ഛാ. പക്ഷേ അച്ഛൻ്റെ അവിടെ കൊണ്ടുവന്നു. അച്ഛൻ ഇവരുടെ തലയിലൊന്ന് കൈവച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, ഞാനും ഓർക്കൊന്നൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ജനം നിൽക്കുമ്പോൾ നമ്മളും വല്ല ഓർക്കാറുണ്ട്. ആരും നമ്മൾ ശ്രദ്ധിക്കുന്നത്, ആരെ ശ്രദ്ധിക്കാറ്. അവർ പറഞ്ഞു, അച്ഛൻ ഞാൻ തലയ്ക്ക് വെച്ചു, പ്രാർത്ഥിച്ചു വിട്ടു. അന്ന് പിന്നെ ആ ദിവസം ഈ മകൻ പരിപൂർണമായിട്ടും സൗഖ്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടു. അപ്പോൾ പറയാണ്, 1 വർഷം കഴിഞ്ഞ അച്ഛാ. അപ്പം എന്നെ കാണും 1 വർഷം ഇതുവരെ അവനുണ്ടായിട്ടില്ല. മരുന്ന് നിർത്തി. ഫിറ്റ്സ് രോഗം എവിടെ സൗഖ്യപ്പെടാൻ? പ്രൈസ് ദി ലോർഡ്. ലൈഫ് ലോങ് മെഡിസിനാണ്. യേശുവേ നന്ദി.
എനിക്കറിയാം ആദ്യ ശനിയാഴ്ച കർത്താവ് എന്നോട് പറയാറുണ്ട്, രാവിലെ ഒരു 8 മണി, ഞാൻ 9 മണിയാകുമ്പോൾ ഞാൻ ആൾക്കാരെ കയറും. 3 മണി വരെ ശരിക്കും ഫുള്ള് ഉപവാസമായിരിക്കും. ശരിക്കും ത്യാഗം എടുക്കണം, അല്ലാണ്ട് ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ശുശ്രൂഷ ശരിക്കും ത്യാഗം എടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ രാവിലെ 9 തൊട്ട് 3 മണി ഒരു ഉപവാസമാണ്. അതിനുശേഷം ചിലപ്പോൾ ആളുകളെല്ലാം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഒരു രാത്രി ഒരു 8 മണി 9 മണി, ചിലപ്പോൾ 10, 11 ആവും. അപ്പോൾ ശരിക്കും ടയർഡാണ്. അപ്പോൾ പക്ഷേ ആ ക്ഷീണത്തിൻ്റെ സമയത്താണ് ഞാൻ കാണുന്നത് കർത്താവിൻ്റെ കരം മുഴുവൻ വെളിപ്പെടുന്നത്. ശ്രമത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. ഞാൻ ആരോഗ്യമുള്ളപ്പോഴല്ല ഞാൻ ശക്തൻ, ഞാൻ ഏറ്റവും കൂടുതൽ ക്ഷീണിതനായിരിക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശക്തൻ. പ്രൈസ്. കാരണം ഈ ക്ഷീണിതനായിരിക്കുമ്പോൾ ആര് നമ്മുടെ കൂടെ കാണും? പറഞ്ഞേ, ആര് കൂടെ കാണും? കർത്താവ് നമ്മുടെ കൂടെ കാണും. അവർക്ക് പറഞ്ഞ യേശുവേ നന്ദി. പൗലോസ് പറഞ്ഞില്ലേ, ഞാൻ ബലഹീനായിരിക്കുമ്പോഴാണ് എൻ്റെ ശക്തി പൂർണ്ണ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മാത്രം മതി, ബലഹീനതയിലാണ് എൻ്റെ ശക്തി ഞാൻ പൂർണ്ണമായും പ്രകടമാക്കുന്നത്. പൗലോസ്ലീഹയോട് പറയും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നല്ലോ, സഹനത്തിൻ്റെ നാളുകൾ, സഹനം വരുമ്പോൾ അതൊരു നിരാശയായിട്ട് എടുക്കരുത്. ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, വേദന പ്രശ്നം വന്നാൽ നമ്മളങ്ങ് ബോധം കെട്ടുപോലെ നിരാശ, മനുഷ്യരേക്ക് വല്ല അടുത്ത് ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നു, ഒറ്റപ്പെട്ടു പോകുന്നു, എനിക്ക് ആരുമില്ലേ, ചങ്കത്തടിക്കുന്നു, ആകുന്നു, പ്രതികരിക്കാൻ പോകുന്നു, അടിക്കാൻ പോകുന്നു, ഒന്നിനും പോകണ്ട. നമ്മൾ നിൽക്കുക, നമ്മൾ വെറും വിശ്വാസിയാണ്. നമ്മൾ വെറും കല്ലിനോടും മണ്ണിനോടും അല്ല പ്രാർത്ഥിക്കുന്നത്, സത്യദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. 2-3 പേർ എൻ്റെ നാമത്തെ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് പറയുന്ന ആ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പരിശുദ്ധ കുർബാന വെറും ഒരു കലാപരിപാടിയല്ലത്, നമ്മുടെ കർത്താവിൻ്റെ കാൽവരി ബലിയാണ്. ഓരോ ദിവസം അർപ്പിക്കുന്നത് കർത്താവിൻ്റെ കുരിശിലെ ബലിയാണ്. അതിലാണ് പങ്കെടുക്കുന്നത്. നാം സ്വീകരിക്കുന്നത് വെറും ഒരു അപ്പമല്ലത്, ദിവ്യകാരുണ്യമാണ്. നമ്മുടെ കർത്താവിൻ്റെ ശരീരരക്തങ്ങളാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന സഭയാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ ഒരിക്കലും വിട്ടുപോകരുത്. അത് ദൈവം നമ്മളെ ഉപേക്ഷിക്കുന്നു കരുതരുത്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. സഹനത്തിൻ്റെ സമയത്ത് നിങ്ങളുടെ മനസ്സൂക്ഷിക്കേണ്ട ഒരു വചനമാണ് ഹെബ്രായ 13:5 വചനം. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ സാധിക്കും? സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നേറ്റ് പറഞ്ഞ എല്ലാവരും, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം നമ്മുടെ തിരുവചനം, ഈ തിരുവചനം നമ്മുടെ കിടന്ന് സൂക്ഷിക്കും. അതുകൊണ്ട് സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ പഠിക്കണം. അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയും, പലതും നമ്മൾ പ്രാർത്ഥിക്കേണ്ട. കാരണം ചില സഹനം നമുക്ക് ആവശ്യമുള്ള സഹനമായിരിക്കും, ചില സഹനം നമ്മൾ വിശുദ്ധീകരിക്കാനായിരിക്കും, ചില സഹനം നമ്മൾ വളർത്താൻ. കാരണം കർത്താവാണ് തരുന്നത്, കർത്താവിൻ്റെ ഇഷ്ടം. ചിലപ്പോൾ നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. പൗലോസിനെയും ശീലാസിനെയും ആ ജയിലിൽ അടച്ചു പൂട്ടിയത് അത് വെറുതെ അല്ല, അവരിലൂടെ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി വെളിപ്പെടാൻ പോകുന്നത്. പൗലോസും ശീലാസും 2 പേര് ഒരുമിച്ച് കിടക്കുമ്പോൾ അവരുടെ ഉള്ളിൽ അവരെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവം ഒരു വാതിൽ തുറക്കുകയാണ്. അത് മനുഷ്യനല്ല അവിടെ വാതിൽ തുറക്കുന്നു. അവർ ദൈവത്തെ സ്തുതിക്കണം, അവർ പുഞ്ചിരിക്കുക. രാത്രി മുഴുവൻ ഒരു ആഹ്ലാദത്തിൽ, അവർ സന്തോഷത്തില്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ദൈവത്തിന്. അതുപോലെയാണ് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ കുടിക്കുന്ന യുവാക്കൾ, യുവതികൾ, പഠന മേഖല ചിലപ്പം പരാജയം ഉണ്ടാകാം, മാർക്ക് കുറഞ്ഞു പോയെന്ന് വരാം, എക്സാം നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്കൊരു നിങ്ങളുടെ മോനെക്കുറിച്ചൊരു അപമാനം കേൾക്കേണ്ടി വന്നു, അല്ലെങ്കിൽ മോളെക്കുറിച്ചൊരു അപമാനം കേൾക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഭർത്താവിനെ കുറിച്ചൊരു അപമാനങ്ങൾ, ഭാര്യയെക്കുറിച്ച് അപമാനം, ഒരു കടബാധ, ജീവിത പ്രശ്നം വരുമ്പോൾ ഉടനെ നമ്മളങ്ങ് തകർന്നു പോയിട്ട് നമ്മളൊന്ന് പ്രതികരിച്ച്, നമ്മൾ ഇന്നത്തെ മനുഷ്യൻ്റെ പ്രശ്നം അറിയോ, അവനങ്ങ് മുഴുവൻ ബുദ്ധിയിലാണ്, അവനങ്ങ് എടുത്തിയാട്ടം, മൊത്തം എടുത്തിയാട്ട് ഒരു ബന്ധനം അടിക്കുക. അവൻ അറിഞ്ഞുകൂടാ, ദൈവത്തെ അറിയാത്തതുകൊണ്ടാ, ദൈവത്തിൻ്റെ കാര്യം അറിയാത്തതുകൊണ്ടാ, ദൈവത്തിൻ്റെ സ്നേഹം അറിയാത്തതുകൊണ്ടാ, ഈശോ അനുഭവിക്കാത്തതുകൊണ്ടാ, ഈശോ ജീവിക്കുന്ന ദൈവം ബോധ്യമില്ലാത്തതുകൊണ്ടാ. ഇപ്പം നമ്മൾ ചില തടവറ, പാപത്തിൻ്റെ ചില തടവറകൾ, മദ്യപാനമാകാം, വ്യഭിചാരമാകാം, വളർച്ചതയാകാം, അഹന്തയാകാം, അല്ലെങ്കിൽ അന്ധവിശ്വാസം, മന്ത്രവാദം, കൂടോത്ശുദ്ധി, അങ്ങനെ പലവിധ ചങ്ങലേക്ക് എഴുതുണ്ടാകും. അപ്പോൾ അതിനടുക്കുമ്പോൾ നമ്മൾ ദൈവമേ ഇത് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവേ എന്നോട് കരുണയായിരിക്കണേ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് നന്നായിട്ട് ദൈവത്തെ സ്തുതിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ആ സ്തുതിപ്പിൻ്റെ സമയത്ത് ഈ ചങ്ങലങ്ങ് പൊട്ടിപ്പോയിക്കോളും. ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ വെളിപ്പെടുകയും ചെയ്യും. അടച്ചു പിടിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. എല്ലാ വേദനകളും
ദുഃഖങ്ങളെ കൊടുക്കണം. അത്ഭുതങ്ങളുടെ മണിക്കൂറാകട്ടെ. സജീവനായ ദൈവത്തിൻ്റെ പുത്രനായ എൻ്റെ കർത്താവും ദൈവവുമായ, ഞങ്ങളുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിൽ കൽപ്പിക്കുന്നു, ഈ കൂട്ടായ്മയിൽ ഓരോ മകൻ്റെയും ഓരോ മകളുടെയും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലുള്ള സാത്താൻ്റെ അരൂപികളെ കൂട്ടത്തോടെ, രോഗപീഠകളെ കൂട്ടത്തോടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ഈ കൂട്ടായ്മയുള്ള മക്കളുടെ കുടുംബങ്ങൾ രോഗപീഠകൾ, ക്യാൻസർ രോഗങ്ങൾ, തലച്ചോർ സംബന്ധമായ രോഗങ്ങൾ, വിട്ടുമാറാത്ത തലവേദന രോഗങ്ങൾ, ഫിറ്റ്സ് രോഗങ്ങൾ, ഓട്ടിസം, ഹൈപ്പർ ആക്ടിവിറ്റി രോഗങ്ങൾ, ചെവിക്കകത്തുള്ള രോഗപീഠകൾ, കണ്ണിനകത്തുള്ള രോഗപീഠകൾ, വായ്ക്കകത്തുള്ള രോഗപീഠകൾ, ക്യാൻസറുകൾ, ശ്വാസമുട്ടൽ രോഗങ്ങൾ, ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, വൻകുടൽ ചെറുകുടൽ രോഗപീഠകൾ, നട്ടെല്ല് സംബന്ധമായ രോഗപീഠകൾ, ശരീരത്തിന്റെ അസ്ഥികളിൽ മാംസത്തിൽ മജ്ജയിലുള്ള രോഗപീഠകൾ ഇവിടെ കൽപ്പിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഈശോ മിശിഹായുടെ നാമത്തിൽ ബന്ധിച്ച് 8:30 ബഹിഷ്കരിക്കുന്നു. എല്ലാത്തിനും ഉദരരോഗങ്ങളോട് കൽപ്പിക്കുന്നു, വൻകുടലിലെ ചെറുകുടൽ രോഗപീഠകൾ, ഹരണിയ രോഗം, എല്ലാത്തിനും സെക്ഷൽ ഡിസീസുകളോട്, രഹസ്യ രോഗങ്ങളോട് കൽപ്പിക്കുന്നു. കാൽമുട്ടുകൾ, കാൽപാദങ്ങൾ രോഗപീഠകൾ കൽപ്പിക്കുന്നു. കാലിൻ്റെ അസ്ഥികളിൽ, മാംസത്തിൽ, മജ്ജയിൽ, രക്തത്തിൽ രോഗം കൽപ്പിക്കുന്നു. നട്ടെല്ലിൻ്റെ രോഗങ്ങൾ കൽപ്പിക്കുന്നു. ദേഹമാസ രോഗപീഠകൾ കൽപ്പിക്കുന്നു. ഈശോ മിശിഹായുടെ നാമത്തിൽ 1 യോഹന്നാൻ 3:8 ഇപ്പോൾ അവയെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഈ ശുശ്രൂഷയെ, അഭിഷേകത്തെ, ഈ കൂട്ടായ്മയെ, കൃപയുടെ വരത്തെ, അഭിഷേകത്തെ തകർക്കാൻ വരുന്ന എല്ലാ തിന്മയുടെ അരൂപികളുടെ കൂട്ടത്തോടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമങ്ങൾ സങ്കീർത്തനം 118 10-12 ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. 8:31 ബഹിഷ്കരിക്കുന്നു. ഈ ദേശത്തുള്ള കുടുംബങ്ങളെ പ്രവർത്തിക്കുന്ന, ഈ വചനം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ പ്രവർത്തനം, ലോകരാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഓൺലൈനിലൂടെ ഇപ്പോൾ ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് മക്കളുടെ മേലെ കുടുംബങ്ങൾ പ്രവർത്തിക്കുന്ന രോഗപീഠകൾ, തകർച്ചകൾ, കുടുംബ പ്രശ്നങ്ങൾ, അന്ധകാരശക്തിയുടെ കൂട്ടത്തോടെ ഈശോ മിശിഹായുടെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. വീണ്ടും കൽപ്പിക്കുന്നു, ഈശോ മിശിഹായുടെ എൻ്റെ അഭിവന്യ പിതാക്കന്മാരുടെ ശ്ലൈഹിക അധികാരത്തോടും അഭിഷേകത്തോടും ഐക്യപ്പെട്ടു നിന്നുകൊണ്ട് എൻ്റെ രൂപതയിലുള്ള മുഴുവൻ അഭിഷിക്തരുടെയും ആത്മീയ അധികാരത്തോട് പരിപൂർണമായും ഐക്യപ്പെട്ടുകൊണ്ട് കൽപ്പിക്കുന്നു, എൻ്റെ കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിൽ കൽപ്പിക്കുന്നു. പ്രപഞ്ചം മുഴുവനെയും വേട്ടയാടുന്ന സാത്താൻ്റെ അരൂപികളുടെ പ്രവർത്തനങ്ങൾ, വെറുപ്പ്, പക, വിദ്വേഷം, അഹങ്കാര, അഹന്ത, യുക്തിവാദം, നിരീശ്വരവാദ, എതിർചിന്തകൾ, സഭാവിരുദ്ധമായ കാഴ്ചപ്പാട്, ബന്ധനങ്ങൾ, പ്രബോധനങ്ങൾ, ദുഷ്ടാരൂപികളുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പ്രവർത്തനങ്ങൾ, മദ്യപാനത്തിൻ്റെ, പുകവലിയുടെ, മയക്കുമരുന്നിൻ്റെ പൈശാചി അരൂപികൾ, വ്യഭിചാരത്തിൻ്റെ, സ്വയംഭോഗത്തിൻ്റെ, ബ്ലൂ ഫിലിമിൻ്റെ പൈശാചി അരൂപികൾ, വഴിവിട്ട ബന്ധങ്ങളുടെ പൈശാചിക ശക്തിപ്രവർത്തനം ഇവ മുഴുവനോട് കർത്താവ് യേശു മിശിഹായുടെ നാമത്തിൽ ബന്ധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah, 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 hallelujah.